നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. ദ വണ്ടർ ഇയർ സ്കൂളിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വാഗതം ചെയ്യുന്നു. പൂവിളികളുമായി മറ്റൊരു പൊന്നോണക്കാലം കൂടി വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓണാഘോഷ പരിപാടികൾ തുടങ്ങുകയാണ്. ഒരിക്കൽ കൂടി സമ്പത്തും സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് കടക്കാം പരിപാടികളിലേക്ക്. തിരുവോണ നാളിൽ മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണാൻ എത്തുമെന്ന് ഒരു ഐതിഹ്യമുണ്ട്. ഒരു ചെറിയ നാടക രൂപത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് അവതരിപ്പിക്കുന്നു. കാണുക, അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. മനസ്സിനുള്ളിലൊരോണം വിരുന്നു വരും നേരം ഞാനും കാത്തിരിപ്പുമോകം. മനസ്സിനുള്ളിലൊരോണം വിരുന്നു വരും നേരം ഞാനും എന്നോർമ്മയും കാത്തിരിപ്പുമോകം. പൂവേണോ പൂവ്, പൂവേണോ പൂവ്, മല്ലിപ്പൂ ജമന്തിപ്പൂ ചെത്തിപ്പൂ എല്ലാം ഉണ്ട്. മുത്തശ്ശി, പൂ വേണോ? പൂക്കൾ ഒരുക്കണ്ടേ മുത്തശ്ശിക്ക്? പൂ വേണം കുട്ടിയെ. നല്ലതാണോ? നല്ലതാ മുത്തശ്ശി. ഒരു വട്ടിക്ക് 100 രൂപ. 100 രൂപയോ? അത് ലേശം കൂടുതലല്ലേ? ഓണല്ലേ മുത്തശ്ശി? ആ, ഒരു വട്ടി എടുത്തോളൂ. ശരി മുത്തശ്ശി, ഇനി പോയിട്ട് വരാം. പൂ വേണോ പൂവ്, പൂ വേണോ പൂവ്. എന്തിനാ മുത്തശ്ശി ഈ പൂക്കൾ? മക്കളെ, ഇത് ഓണക്കാലമാണ്. 10 എന്നാണ് ചൊല്ല്. എന്തിനാ മുത്തശ്ശി നമ്മൾ ഓണം ആഘോഷിക്കുന്നത്? നാം ഓണം ആഘോഷിക്കുന്നത് മഹാബലിയെ വരവേൽക്കാനാണ്. മഹാബലിയോ? അതാരാണ് മുത്തശ്ശി? ആ കഥയൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ മുത്തശ്ശി? വരൂ മക്കളെ, മുത്തശ്ശി പറഞ്ഞു തരാം. അങ്ങനെ മഹാബലിയുടെ പേരും പെരുമയും ജനപ്രീതിയും ഭൂമിയിലും സ്വർഗത്തിലും പരന്നു. മഹാബലിയുടെ പെരുമയിൽ അസൂയ പൂണ്ട ദേവേന്ദ്രൻ തന്റെ സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ട് വിഷ്ണു ഭഗവാന്റെ മുമ്പിലെത്തി സങ്കടം ബോധിപ്പിച്ചു. ഇങ്ങനെ പോയാൽ ഇത് സകല ദേവന്മാർക്കും ആപത്താണെന്നും വിഷ്ണു ഭഗവാന് മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നതിനാൽ വേണ്ടതുപോലെ പ്രവർത്തിക്കണമെന്നും അദ്ദേഹത്തോട് അപേക്ഷിച്ചു. മഹാബലി വലിയ ദാനശീലനാണെന്ന് അറിയാമായിരുന്ന വിഷ്ണു ഒരു ദരിദ്ര ബ്രാഹ്മണ ബാലകനായ വാമനന്റെ വേഷത്തിൽ മഹാബലി അശ്വമേധ യാഗം നടത്തുന്ന യാഗശാലയിൽ എത്തുകയും ചക്രവർത്തിയെ മുഖം കാണിക്കാൻ അനുവാദം ചോദിക്കുകയും ചെയ്തു. മഹാരാജാവ് ആ ബാലകനെ സ്വീകരിച്ച് ആദരിക്കുകയും ആഗമനോദ്ദേശം ആരായുകയും ചെയ്തു. അല്ലയോ ബ്രാഹ്മണ ബാലക, അങ്ങയുടെ ഈ വരവ് എന്തിനെന്ന് അറിയിച്ചാലും അങ്ങ് മഹാദാനശീലനല്ലേ? അടിയന് തപസ് ചെയ്യാൻ 3 അടി മണ്ണ് മാത്രം തന്നാൽ മതി. വെറും 3 അടി മണ്ണോ? മതി രാജൻ, നാം ഈ കാൽപാദങ്ങൾ കൊണ്ട് അളന്നെടുത്തുകൊള്ളാം. അങ്ങയുടെ ഇച്ഛ പോലെ ബാലക. മഹാബലി ഇത് പറഞ്ഞ നിമിഷം ബ്രാഹ്മണ ബാലന്റെ വേഷം പൂണ്ട വിഷ്ണു ഭഗവാൻ ഒരു കാലടി കൊണ്ട് ഭൂമിയും മറ്റേ കാലടി കൊണ്ട് ആകാശവും അളന്നു. 3ാമത്തെ കാലടി വെക്കാൻ സ്ഥലം കാണാതെ അദ്ദേഹം ചക്രവർത്തിയോട് ഇപ്രകാരം ആരാഞ്ഞു. രാജൻ, 3ാമത്തെ കാലടി ഞാൻ എവിടെ വെക്കുമെന്ന് പറഞ്ഞാലും?
ഭഗവാനെ, അങ്ങാരാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ വാക്ക് പാലിക്കുന്നു. മൂന്നാമത്തെ കാലടിക്കായി ഞാൻ എന്റെ ശിരസ് നമിക്കുന്നു. രാജൻ, ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചാലും. പ്രഭു, വർഷത്തിലൊരിക്കൽ എന്റെ പ്രജകളെ വന്ന് കാണാൻ മാത്രം അനുവദിച്ചാൽ മതി. മറ്റൊന്നും നമുക്ക് വേണ്ട. തഥാസ്തു. അന്നു തുടങ്ങി എല്ലാ വർഷവും ആദ്യ മാസമായ ചിങ്ങത്തിൽ സ്വന്തം പ്രജകളെ സന്ദർശിക്കുവാനുള്ള വരം നൽകിക്കൊണ്ട് വിഷ്ണു ഭഗവാൻ തന്റെ പാദം മഹാബലിയുടെ ശിരസിൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. അങ്ങനെയാണ് നാം എല്ലാ വർഷവും തിരുവോണ നാളിൽ മഹാബലി നമ്മെ കാണാൻ വരുമെന്ന വിശ്വാസത്തോടെ ഓണം ആഘോഷിക്കുന്നത്. നല്ല കഥ മുത്തശ്ശി. പിന്നെ എന്തൊക്കെയാണ് മുത്തശ്ശി ഓണത്തിന്റെ വിശേഷങ്ങൾ? ഇനിയും ധാരാളം വിശേഷങ്ങളുണ്ട്. മുത്തശ്ശി എല്ലാം പറഞ്ഞു തരാം. വരൂ മക്കളെ. ഓണത്തിന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പുത്തനുടുപ്പിട്ട് പൂക്കളൊക്കെ പറിച്ച് മുറ്റത്ത് പൂക്കളിടുന്നു, ഊഞ്ഞാലാടുന്നു, തിരുവാതിര കളിക്കുന്നു. എന്ത് രസാന്നോ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണെങ്കിലോ ഓലനും അച്ചാറും കിച്ചടിയും കാളനും പ്രഥമനും എല്ലാം കൂട്ടിയുള്ള വിഭവസമൃദ്ധമായ സദ്യ. ഹായ്, എനിക്കെല്ലാം കാണണം മുത്തശ്ശി. ആ മക്കളെ, എല്ലാം മുത്തശ്ശി കാണിച്ചു തരാം. ദാ കണ്ടോളൂ.